നമസ്കാരം. തെക്കൻ തോട്ട്സ്. തിയാറ്റിൻകരയിലെ ആ ഗോപൻ സ്വാമിയുടെ സമാധി, അതിൽ ഉണ്ടായ വിവാദങ്ങൾ, അതായിരുന്നു നമ്മുടെ സമാധി എന്ന വിഷയത്തിൻ്റെ ചർച്ചയ്ക്ക് ആധാരഭൂതമായിട്ടുള്ള സംഗതി. ആ ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയത് സമാധി അവസ്ഥയിലായിരുന്നുവോ അതോ മൃത്യുവായിരുന്നുവോ? ആ സമാധിയാകണമെങ്കിൽ അദ്ദേഹം ഒരു മഹാനായ അല്ലെങ്കിൽ ഒരു ആത്മാവ് ശുദ്ധമായ ഒരു മഹാത്മാവായി മാറേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങളാണ് വളരെ ഹാസ്യാത്മകമായ രീതിയിൽ വിവാദമായി നമ്മളുടെ ഇടയിൽ ഹൈന്ദവ നേതൃത്വങ്ങൾ പോലും പറഞ്ഞു പരത്തിയത്. അതിൽ ഒന്നാമത്തെ വിഷയം, അദ്ദേഹത്തിൻ്റെ സമാധിയായിരുന്നോ? തീർച്ചയായും അദ്ദേഹത്തിൻ്റേത് സമാധിയായിരുന്നു. അദ്ദേഹം വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ മുഴുകിയിരുന്നവനാണ്. അത് ഭക്തിഭാവത്തിലൂടെയാകാം, ഒന്നുമല്ലെങ്കിൽ ഒരു നാരായണ അല്ലെങ്കിൽ നമശിവായ അല്ലെങ്കിൽ വൈഷ്ണവ ഏതെങ്കിലും മന്ത്രങ്ങളോ എന്തു തന്നെ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ശബ്ദം തുടർച്ചയായി ജപിച്ചുകൊണ്ടിരുന്നാൽ, അത് കാലാകാലങ്ങളായി ജപിച്ചുകൊണ്ടിരുന്നാൽ ആ ആത്മാവ് ശുദ്ധമായിരിക്കാം. നമ്മളറിയാതെ തന്നെ നമ്മൾ ആ ജപമൊക്കെ നിർത്തിയാലും നമ്മളറിയാതെ തന്നെ ആ ജപം തുടരുന്നുണ്ടെങ്കിൽ ആ ജപിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മാവാണ് എന്നുള്ള സത്യം മനസ്സിലായാൽ, അങ്ങനെ ആ മനസ്സിലായതിനെ കൊണ്ട് ആ ആത്മാവിനെ ശുദ്ധം ചെയ്താൽ, തീർച്ചയായും ശുദ്ധി ചെയ്ത ആത്മാവിന് തീർച്ചയായും മനസ്സിലാക്കുവാൻ സാധിച്ചു കാണും, എനിക്ക് എൻ്റെ ഈ ശരീരത്തിലാണ് അസുഖങ്ങളൊക്കെ ഉള്ളത്, ഈ ശരീരത്തിലെ ഈ വാസം ഏകദേശം അവസാനിച്ചിരിക്കുന്നു, ഈ അടുത്ത സമയത്തേക്ക് എനിക്ക് ഇതിനെ വിട്ട് പുറത്തേക്ക് പോയി പരബ്രഹ്മത്തിൽ പരമാത്മാവിൽ ലയിക്കണം എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കി അത് തൻ്റെ മകനോ അല്ലെങ്കിൽ അവിടെ ആരോടൊക്കെയോ പറഞ്ഞിരുന്നു. അതിന് പ്രകാരം ആ മരണം, ആ ഒരു ആത്മാവ് വേർപെട്ടു പോയപ്പോൾ ആ മക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ സമാധി ഇരുത്തുകയാണ്, ഭൂസമാധിയാണ് അവിടെ നടന്നതായിട്ട് അറിയുന്നത്. പക്ഷേ അവിടെ ഒരു തെറ്റുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാലത്ത് ഈ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ ഈ ജീവിക്കുന്ന ഈ സ്റ്റേറ്റിന് ഒരു നിയമമുണ്ട്, ഒരു അധികാരിയുണ്ട്, അത് നടപ്പാക്കുവാൻ പോലീസുകാരുണ്ട്. ആ നിയമങ്ങളെ അനുസരിക്കുവാൻ, ആ നിയമങ്ങളെ ഒന്ന് ഗൗനിക്കുവാൻ ആ മക്കൾ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിന് സമാധി ആയപ്പോൾ ഒരു ഡോക്ടറിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ജീവനില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്, അതിന് സർട്ടിഫൈ ചെയ്യേണ്ടത് ആ മക്കളുടെ കടമയായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട നിയമം നടപ്പാക്കുന്ന വ്യക്തികളെ ഇത് അറിയിക്കേണ്ടത്, ആവശ്യമെങ്കിൽ അറിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഈ വിവാദങ്ങളിൽ പെടുകയാണ് ഉണ്ടായത്. അവർ അടുത്ത വീട്ടുകാരെ പോലും ഇതൊന്നും അറിയിച്ചില്ല എന്നാണ് കേട്ടത്. അവരെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ സ്വാഭാവികമായും ദുരൂഹതയുണ്ടായി. സാധാരണ ജനങ്ങളാണല്ലോ ചുറ്റുമുള്ളത്. അതുമാത്രമല്ല, അവരുടെ ചുറ്റുമുണ്ടായിരുന്ന നിരീശ്വരവാദികളായിട്ടുള്ളതും ഹിന്ദു മതത്തെ, സംസ്കാരത്തെ പൂർണ്ണമായി കണ്ണുമടച്ച് എതിർക്കുന്നതുമായ കുറേ വിഭാഗങ്ങളായിരുന്നു, രാഷ്ട്രീയക്കാരായിരുന്നു എന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവർ ഹിന്ദുമതത്തെയും സംസ്കാരത്തെയും ആചാരങ്ങളെയും സമാധിയും ഒക്കെ ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായി, ഒരു നല്ല അവസരമായി ഇതിനെ കാണുകയും അവർ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. തത്വത്തിൽ ഈ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി അതിനകത്ത് ദുരൂഹതയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുമതത്തെ, സംസ്കാരത്തെ, സമാധിയെ ഉയർത്തുവാൻ വേണ്ടി ചെയ്ത ഒരു ഗൂഢശ്രമം നമ്മുടെ സംസ്കാരത്തിന് ഒരു നന്മയായി, ഒരു ബലമായി മാറുകയാണ് യഥാർത്ഥത്തിലുണ്ടായത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചർച്ചകൾ ഉണ്ടാകുവാൻ അതിന് കാരണമായി. കുറേ പേർക്കെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കുവാനും അതിൻ്റെ സത്യം മനസ്സിലാക്കുവാനും സാധിക്കുകയുണ്ടായി. ഇതാണ് സമാധി വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമാധിയായിരുന്നു, തീർച്ചയായും സമാധിയാണ്, ഭൂസമാധിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഈ അവസ്ഥയിലേക്ക് വരുവാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു എന്ന്. അദ്ദേഹത്തിന് ഈ അവസ്ഥയിലേക്ക് വരുവാനുള്ള സന്യാസിയാകുവാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു എന്നാണ് അടുത്ത ഒരു ചോദ്യം ഉണ്ടായത്. അത് ഹിന്ദു നേതാക്കന്മാർ പോലും ആ ഒരു കാര്യം പറയുകയുണ്ടായി. അയാളൊരു കൂലിപ്പണിക്കാരനായിരുന്നു, അയാൾ എന്തോ ഒരു നെയ്ത്ത് തൊഴിലാളിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള താഴ്ന്ന ജോലി, വൈറ്റ് കോളർ അല്ലാത്ത ജോലി ചെയ്യുന്നവർ ഈ സമാധി അവസ്ഥയിലേക്ക് പ്രാപ്തനായ സന്യാസികളായി മാറുവാൻ സാധ്യതയുണ്ടോ എന്നായിരുന്നു ചോദ്യം. ആ പേരും പറഞ്ഞ് പല സന്യാസികളെയും പല സമ്പ്രദായക്കാരെയും കളിയാക്കുന്നുണ്ട്. അയാൾ പണ്ട് കാലത്ത് കോഴി വിൽപ്പനക്കാരനായിരുന്നു, അയാൾ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു, അയാൾ പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു. ഏതവസ്ഥയിൽ നിന്നും സന്യാസത്തിൻ്റെ വിരക്തിയാകുന്ന അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും?
ഈ ശരീരവും കർമ്മവും ഒക്കെ വിരക്തിയായിക്കൊണ്ട് സന്യാസമാകുന്ന ആ അവസ്ഥയിലേക്ക് ഏതവസ്ഥയിൽ നിന്ന് വേണമെങ്കിലും വരാം. അത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാഭാരതത്തിൽ ധർമ്മവ്യാസനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇറച്ചി വിൽപ്പനക്കാരനായിരുന്നു, കാട്ടാളനായിരുന്നു നമ്മുടെ വാൽമീകി. ആ അവസ്ഥയിൽ നിന്ന് സന്യാസ അവസ്ഥയിലേക്ക് വന്നില്ലേ? ഓരോ മഹാത്മാവിനും പുറകിലത്തെ ആ കർമ്മത്തെക്കുറിച്ചും അന്നത്തെ ആ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞ് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തു വരുവാൻ സാധിക്കുകയില്ലെന്ന് വിചാരിക്കരുത്. ഏതവസ്ഥയിൽ നിന്നും സന്യാസ അവസ്ഥയിലേക്കും ഏത് ഭാവത്തിൽ നിന്നും, ഓരോ ഭാവമാണിതൊക്കെ, ഏത് ഭാവത്തിൽ നിന്നും സ്വഭാവത്തിലേക്ക്, ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മാവിനെ ചിന്തിക്കുന്ന ആ അവസ്ഥയിലേക്ക്, അതിനുശേഷം ഈ ലോകം മുഴുവൻ ഞാനാണ്. അവിടെയുള്ളൊരു മരത്തിൻ്റെ കമ്പ് വെട്ടിയാൽ എനിക്ക് വേദനിക്കുമ്പോൾ ആ അവസ്ഥയാണ് ഞാനും ആ മരവും ഒന്നാണെന്ന അവസ്ഥ. ആത്മാവ് ഒന്നാണ്. അവിടെയുള്ള ഒരു കിളിക്ക് ആഹാരം കൊടുക്കുമ്പോൾ എനിക്ക് വയറ് നിറയണം. അപ്പോൾ ആ അവസ്ഥയാണ് പരമാത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിലേക്ക് ആർക്കും ഏതവസ്ഥയിൽ നിന്നും സാധിക്കും. അതിന് വിദ്യാഭ്യാസമോ പണമോ ധനമോ തൊലിയുടെ വെളുപ്പോ കറുപ്പോ ഒന്നും അതിനൊരു മാനദണ്ഡമല്ല. ആ അളവുകോൽ കൊണ്ടൊന്നും അതിനെ അളക്കരുത്. അങ്ങനെ അളക്കുന്നുണ്ടെങ്കിൽ അത് ആരായാലും, ഏത് സിദ്ധാന്തക്കാരനായാലും, ഏത് മത പ്രചാരകനോ സംരക്ഷകനോ ആയാലും അത് തെറ്റാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സമാധിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള ആ ചിന്തകൾ അവസാനിപ്പിക്കാം. ആത്മാവ് എന്താണെന്നുള്ളത്, അതേപോലെ ചില സ്ഥലങ്ങളിലുണ്ടായ സമാധികൾ, ഇതൊക്കെ സമാധിയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും എൻ്റെ അടുത്ത് കമൻറ്റുകളും ഒക്കെ ഇടുകയുണ്ടായി. ഇതിനെക്കുറിച്ചൊക്കെ, ആത്മാവ് എന്ന കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി സരളമായി എനിക്ക് അറിയാവുന്ന രീതിയിൽ സംസാരിക്കുവാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ജയ് ഭോലോനാഥ്. മണിയടിക്കുവാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടുതൽ പേരെ നമ്മുടെ ഈ ചർച്ചാക്കൂട്ടത്തിലേക്ക് കിട്ടിയാൽ വളരെ സന്തോഷം.